8:30 തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേരുകയും പുഴയിൽ ഇറങ്ങുന്നതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇറങ്ങാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴത് വൈകുന്നതിൻ്റെ കാരണം ജില്ലാ കലക്ടർ ഈ സ്പോട്ടിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ജില്ലാ കലക്ടർ എത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയെ ഗംഗാവാലിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയും ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല, കലക്ടർ വന്നതിന് ശേഷം മാത്രമേ അതിനുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തത്. ഒരു വലിയ ഏകോപനത്തിലെ പോരായ്മ തന്നെയാണിത്. ഈശ്വർ മാൽപ്പെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ ആ നിരാശ വളരെ പ്രകടമാണ്. കാരണം ഈ ഒരു മുങ്ങൽ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതലായി വേണ്ടത്. ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുമ്പോൾ മാത്രമേ തിരച്ചിലിന് ഒരു പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാവിലെയുള്ള 8:30 മുതലുള്ള സമയമാണ് ഏറ്റവും അനുകൂലമായ ഗംഗാവാലിയിലെ സാഹചര്യം എന്ന് പറയുന്നത്. രാവിലെ ഈ ഗംഗാവാലിയിൽ ജലനിരപ്പ് കുറയുന്ന സമയമാണ്, വെള്ളം കുറയുന്ന പ്രതിഭാസം നിലനിൽക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ഗംഗാവാലിയിൽ ജലനിരപ്പ് കൂടും. കടലിനോട് ചേർന്ന് കിടക്കുന്ന പുഴയാണ്. കടലിലോട് എത്തിച്ചേരുന്ന പുഴയുടെ ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രമേ കടലിലേക്കുള്ളൂ. അതുകൊണ്ട് കയറ്റവും ഇറക്കവുമുണ്ട് ഈ ജലനിരപ്പ്. അതുകൊണ്ട് ഇപ്പോഴാണ് രാവിലെയാണ് ഈ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്ന സമയമുള്ളത്. ഈ സമയമാണ് ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റും ഈ രാവിലെയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടും ഈ ഏകോപനത്തിൽ ഒരു പോരായ്മ കാരണം ഈശ്വർ മാൽപ്പയ്ക്ക് ഗംഗാവാലിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ നേവിയും ഒക്കെ മുങ്ങൽ വിദഗ്ധർ എല്ലാം എത്തും എന്ന് അറിയിച്ചിരുന്നെങ്കിലും നേവിയും ഇതുവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല. മാത്രമല്ല ഇന്നലത്തെ കാലാവസ്ഥയല്ല ഗംഗാവാലിയിൽ ഇപ്പോഴുള്ളത്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ഷിരൂർ മേഖലയിൽ എല്ലായിടത്തും ഉള്ളത്. ഏത് സമയത്തും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. മഴ പെയ്യാനുള്ള ഈ ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ ഭാഗത്ത് നിന്നും മാറ്റുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് നിന്നും മാറണം മാധ്യമങ്ങൾ എന്നുള്ള നിർദ്ദേശമാണ്. ഇന്നലെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ മാധ്യമങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. മാധ്യമങ്ങൾ ഈ രീതിയിൽ വാർത്തകൾ നൽകുന്നതാണ് ഇവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത്. കാരണം ഇപ്പോൾ രാവിലെ ഉണ്ടാകുന്ന ഈ ഏകോപനത്തിലെ വീഴ്ച പോലും ഇപ്പോൾ തീർച്ചയായും ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മാധ്യമങ്ങളെ ഇവിടുന്ന് തീർച്ചയായും എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ആർക്കും ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കാതെയാണ് ഇവിടെ നിന്ന് വാർത്തകൾ നൽകുന്നത്? എന്തിനാണ് You go there. Sir, you go there. You go there. Yesterday we are. No, you go there. Yesterday there was no work. Please. Sir, not disturbance, sir. Please come there. Here, sir. Please come there. We can speak. You come here. You come here. Come here. Come here, sir. തീർച്ചയായും ഇത്തരത്തിൽ എന്തിനാണ് ഈ ഒരു സ്ഥലത്തിൽ മാധ്യമങ്ങളോട് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് എന്നുള്ളത് പോലും മനസ്സിലാകുന്നില്ല. ബാരിക്കേഡ് കെട്ടി മാധ്യമങ്ങൾ അതിനപ്പുറത്തേക്ക് മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ തിരച്ചിലിന് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തടസ്സവും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളോട് മാറണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ പോലീസിൻ്റെ നിർദ്ദേശത്തിന് മാനിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അവിടെ നിന്ന് മാറാൻ ഇപ്പോൾ തയ്യാറാവുകയും ചെയ്യുന്നത്. കാരണം തിരച്ചിലിന് അതൊരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ തീർച്ചയായും ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ. രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ നിന്ന് ഈ വാർത്തകൾ നൽകുന്നത്, ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഏകോപനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. 8:30 ഈശ്വർ മാൽപ്പെ തയ്യാറായി, ഈശ്വർ മാൽപ്പയും സംഘവും നദിയിലിറങ്ങാൻ തയ്യാറായി ഇവിടെ എത്തിയതാണ്. ആ സമയത്ത് പോലീസോ മറ്റേ ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല. ഈശ്വർ മാൽപ്പയ്ക്ക് ഇപ്പോഴും ഗംഗാവാലിയിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അതിനായി ഇപ്പോൾ ഈശ്വർ മാൽപ്പെ കാത്തിരിക്കുകയാണ്. ഈ പോരായ്മകളും വീഴ്ചകളും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യം മാധ്യമങ്ങളോട് അവിടെ നിന്ന് മാറ്റാനുള്ള ഈശ്വർ മാൽപ്പെ ഇപ്പോഴും
ഗംഗാവാലിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇവിടെ നിന്നും കരയിൽ ഇരിക്കുകയാണ്. തീർച്ചയായും മാധ്യമങ്ങളെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈശ്വർ മാൽപേ ഗംഗാവാലിയിലേക്ക് ഇറങ്ങുന്നതിനായി അതിൻ്റെ തീരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.